ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സ്പോയ്. സോ ഇന്നത്തെ വീഡിയോ തന്നെ കുറച്ച് റിവ്യൂ നമുക്ക് ഉടനെ ചെയ്യാം. 100 രൂപയ്ക്ക് ഡീസൻ്റ് ഇനഫാണെന്ന് തോന്നണം. അമ്മൂമ്മ വിൽ ബി സോ പ്രൗഡ്. അത് മാത്രമേ എനിക്കറിയാം. ഇന്നത്തെ വീഡിയോ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ഞാനാണെങ്കിൽ രാവിലെ തന്നെ ജിമ്മിൽ പോയി എണീച്ചിട്ട് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് ശംഖുമുഖം വരെ പോകും. കുറേ നാളായി. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി കാണുന്ന പോലെ നല്ലൊരു സൺറൈസാണ്. എപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും കാണുന്നില്ല സൺറൈസ്, അതിന് ഇത്രയും പ്രത്യേകത എന്തോ എന്നും ഇങ്ങോട്ട് വരാൻ തോന്നി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ നമുക്ക് കടൽ, ഇതാണ് ശംഖുമുഖം ബീച്ച്. ഞാൻ അങ്ങോട്ട് പോയി കാണിക്കാം. ഇവിടെ ഒരു ചന്ദ്രനും ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. ഇവിടെയോ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതേപോലത്തെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഞാൻ കുറച്ച് ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് വെട്ടുകാട് പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് റിവ്യൂ എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് വൈബ് അടിച്ച് ഇരുന്നതിന് ശേഷം നമുക്ക് വെട്ടുകാട് പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് റിവ്യൂ എടുക്കാം. ഓക്കെ, ബൈ ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കടലിന് സൗണ്ട് കേൾക്കാമല്ലോ. ഇതാ കടലിവിടെയാണ്. അപ്പം പണ്ട് ശംഖു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ അല്ല, ലൈക്ക് ഇവിടെ ശംഖുത്ത് നിങ്ങൾക്ക് അറിയാമോന്ന് അറിഞ്ഞൂടാ. അറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്യുക. ട്രിവാൻഡ്രത്ത് ശംഖുമുഖം ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ഈ സ്ഥലത്തല്ല, കുറച്ച് അങ്ങോട്ടൊക്കെയാണ് തോന്നുന്നത്. ഇവിടെ എവിടെയൊക്കെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇടിച്ച് പൊളിച്ചേക്കളഞ്ഞ് അവിടെ ഇപ്പം മറ്റൊരു ഇന്ത്യൻ കോഫി ഹൗസ്, ഓൾഡ് കോഫി ഹൗസ് എന്ന ഷോപ്പും കഫേ പോലെ സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ബീച്ചിൻ്റെ അവസ്ഥ കുറച്ച് ദാരുണമാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ അല്ലേ, പണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഭയങ്കര ചവറും. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ശംഖുമുഖം ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇമോഷനായിട്ടുള്ളൊരു സെറ്റപ്പായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ നല്ല രസമുണ്ട്. ആക്ച്വലി ഇവിടെ നല്ല വൈബായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന അവിടെ ഒരു പെരുമാതുറ പാലമുണ്ട്. പെരുമാതുറ പാലം ഈ ഇടയ്ക്ക് വെള്ളപ്പൊക്കം, മഴ കടൽ കൊണ്ടുവന്ന് മൊത്തം നശിപ്പിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മീൻ പിടിക്കുന്ന സെറ്റപ്പൊക്കെയാണ്. ഇവിടെ ആൾക്കാർ വലയിടുന്നുണ്ട്. വലയിടുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് വരുന്നുണ്ട്. മീൻ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന സെറ്റപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ കുറേ പിള്ളേരെ കളിക്കുന്നുണ്ട്. കൊള്ളാം, എന്തായാലും നല്ല വൈബുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് പഴയ നൊസ്റ്റു അടിക്കുന്നുണ്ട്. കാരണം കുറേ നേരം ഇവിടെ വന്ന് രാവിലെ ഫാമിലിയായിട്ടൊക്കെ വന്ന്, രാവിലെ അല്ല, ഒരു വൈകുന്നേരം ടൈം ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇവിടെ കിടന്ന് ഓടും, കിടന്ന് ഓടും. അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു ബീച്ച് വൈബ് ഇല്ല. പണ്ട് നൈസ് വൈബായിരുന്നു ഇവിടെ. ആ വൈബില്ല ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എയർപോർട്ട് ഇവിടെ നിന്ന് കാണാം. ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യണതൊക്കെ ഇവിടെ നോക്കിയിരുന്നാൽ കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ എടുക്കാമോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെ എടുക്കാതെ. ഈ സംഭവം എപ്പോൾ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് പരിപാടി എന്നുള്ള പാർക്കാണോ എന്താണ് ഇതുവരെ കണ്ടില്ല. പുതുതായിട്ട് കെട്ടിയതാണെന്ന് തോന്നുന്നു. കൊള്ളാം എന്തായാലും. പക്ഷെ എന്നാലും ഇവിടെ സോളാറിൻ്റെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സെറ്റാണ്. പക്ഷേ ആ ഒരു പണ്ടത്തെ ഒരു വൈബ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പഴയ ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും എന്തുമാത്രം വൈബ് ശംഖുമുഖം ബീച്ചിലുണ്ടായിരുന്നെന്ന്. പഴയ ഒരാൾ ലൈക്ക് നിങ്ങൾക്ക് പണ്ടത്തെ ഒരു ഓർമ്മകൾ വല്ലതും ഇതിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. എനിക്കിത് പഴയൊരു വൈബായിട്ട് തോന്നുന്നില്ല. ഓക്കെ, കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പഴയൊരു വൈബ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ഇപ്പോൾ വെട്ടുകാട് പള്ളിയിൽ വന്നു. അപ്പം റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ബൈബിളിൻ്റെ എന്തോ ഒരു ലൈക്ക് ഒരുപാട് ചർച്ച നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ലൈക്ക് നൈസാണ്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വെള്ളിയാഴ്ച സാധാരണ വരാറുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സാധാരണ വരാറ്, അല്ലെങ്കിൽ ഞായറാഴ്ച വരും. അപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പരിപാടികളൊക്കെ ഉണ്ട് ഇതേപോലെ. അപ്പം ഇവിടുത്തെ ബീച്ച് നിങ്ങൾക്ക് കാണുന്നത് പോലെ മറ്റതിനേക്കാളും കുറച്ചുകൂടെ വൃത്തിയുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം എന്തോ ലൈക്ക് മീൻ പിടിക്കുന്ന എന്തോ സെറ്റപ്പാണ് രണ്ടറ്റത്തുനിന്ന്. അതായത് ആ അറ്റത്തു നിന്നും അതുകൊണ്ട് അറ്റത്തു നിന്നും ആൾക്കാർ വലിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വലിയൊരു വല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ വലിച്ച് കയറ്റുകയാണ്. നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഗൈഡ് ലൈൻസ് പോലെ കാണാമോ എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ചെറുതായിട്ട് ഒരു എന്തോന്ന് ലൈക്ക് ഇങ്ങനെ പൊങ്ങി തെർമോക്കോളല്ലോ, എയറിൻ്റെ ഒരു സാധനം അവർ വച്ചിട്ടുണ്ട്. അപ്പം ഈ വല എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവർ വലിക്കുന്നുണ്ട്. നമുക്കതെന്തായാലും കണ്ടിട്ട് പോകും. ഇവിടം വരെ എത്തിയല്ലേ. പിന്നെ നല്ല മൈൽഡായിട്ടുള്ള വെയിലുണ്ട്, സൺകിസ് ടൈപ്പ് വെയിലുണ്ട്. നല്ല രസമുണ്ട് ആക്ച്വലി. അപ്പം ബൈക്കിൻ്റെ റിവ്യൂ നമുക്ക് ഉടനെ ചെയ്യാം. പിന്നെ എപ്പോഴേലും ചെയ്യാം. അപ്പം ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൈക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈക്കിൻ്റെ മൈലേജ് അതിനൊക്കെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ അടുത്ത വീഡിയോയിൽ, അതായത് ബൈക്കിൻ്റെ റിവ്യൂ വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഒബ്വിയസ്ലി കുറേ ഒരു കമൻറ്റ് കാണും. ഇത് BS4 വേരിയൻ്റാണ്. RS 200
ഞാൻ എടുത്ത 2020 BS4 ആണ്. ഇപ്പോൾ BS6 നടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെയും കുറച്ച് നേരം വൈബ് അടിച്ചിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല കുറച്ചുകൂടെ കുറച്ചുകൂടെ കാമാണ്. മറ്റേ ശംഖുമുഖത്തുള്ള ബീച്ചിനേക്കാൾ, ശംഖുവും അവിടെ അടുത്തടുത്താണെങ്കിലും അവിടുത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് കാമറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം, വല പിടിച്ചിട്ട് മീൻ വല്ലതും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻ കിട്ടണമെന്ന് നോക്കാം ഗൈസ്. സംഭവം കടലിൽ നിന്ന് ഇവർ മാക്സിമം കരയിലോട്ട് അടുപ്പിക്കാനാണ്. കാരണം കടലിൽ എത്രമാത്രം കിടക്കുന്നു അത്രമാത്രം വെയിറ്റ് കൂടുതലായിരിക്കും. പക്ഷേ കരയിലോട്ട് ഏറ്റവും കൂടുതൽ അടുക്കുമ്പോഴും വെയിറ്റ് കൂടുതലായിരിക്കും. പക്ഷെ കടലിൻ്റെ കടലിൻ്റെ തിര നമ്മൾ ഇങ്ങോട്ട് അടിക്കുന്ന സമയത്താണ് ഇവർ കൂടുതൽ വലിക്കുന്നത്. സോ എഫേർട്ട് കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ ഏതാണ്ടായിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ ചിലപ്പം എത്തുമായിരിക്കും സാധനം. ഞാൻ പണ്ട് വന്നിട്ടുള്ളപ്പോൾ എപ്പോഴോ വലിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട് രാവിലെ. നൈസായിരുന്നു. നമ്മൾ കാറൊക്കെ എടുത്ത് ഡ്രൈവ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയൊരു ആക്സിഡൻറ്റ് പോയി അന്ന്, വേറെ പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ കാർ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ വേറൊരു ചാനലൊന്ന് ഇവിടെ ഇട്ടേക്കാം. എൻ്റെ തന്നെ ചാനലാണ്, അത് വേറൊരു ചാനലാണ്. അതാണ് എൻ്റെ മെയിൻ ചാനൽ. ഇത് ഡെയിലി വ്ളോഗ്സ് പോലൊരു ചാനലാണ്, അൺഫിൽറ്റേർഡ് കണ്ടൻസിന് വേണ്ടി, UNFI. അപ്പം ലെറ്റ്സ് സീ, മീൻ വല്ലതും കിട്ടുമെന്ന് നോക്കാം. മീൻ കിട്ടുമെങ്കിൽ 100-150 രൂപ എന്തോ ബാഗിനകത്ത് ഉണ്ടായിരുന്നു, സഞ്ചിക്കകത്ത്. അൺഫോർച്ചുനേറ്റ്ലി ഒരു 100-150 രൂപ ഉണ്ടായിരുന്നു. കിട്ടുമെങ്കിൽ ഒരു മീൻ മേടിച്ച് വീട്ടിൽ സർപ്രൈസ് ചെയ്യാം, നോക്കാം. അത് പറഞ്ഞപ്പോൾ ഇവിടുത്തെ വീഡിയോകളൊക്കെ കണ്ട ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ കടലിൻ്റെ ശോഭമുള്ളതുകൊണ്ട് വീഡിയോകളൊക്കെ അൺഫിനിഷ്ഡായിട്ട് എപ്പോഴും ഇങ്ങനെ വച്ചേക്കും. കാരണം ഇൻ കേസ് ഇപ്പോൾ എപ്പോഴേലും ഇനിയിപ്പം മറ്റേ കടൽ വന്നിങ്ങനെ ഇടിച്ചാലും നഷ്ടം വന്നാലും വലിയ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഇവർ എന്തെങ്കിലും സംഭവിച്ചു, വീട്ടിലെന്തെങ്കിലും ഡിസ്ട്രക്ഷൻ സംഭവിച്ചാൽ അതങ്ങനെ തന്നെ ഇട്ടേക്കും. വലിയ ആറ്റുകുറ്റിപ്പണികളൊന്നും ഭയങ്കരമായിട്ടൊന്നും എക്സ്പെൻസായിട്ട് ചെയ്യത്തില്ല. ഇവരുടെ കാര്യമൊക്കെ കഷ്ടം തന്നെ ഗൈസ്. എന്തായാലും ഒരു എത്ര ധൈര്യത്തിൽ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പേടിയാണ് ആക്ച്വലി, ഇങ്ങനെയൊക്കെ എങ്ങനെ താമസിക്കില്ല. ഓരോ ദിവസവും രാത്രിയും എങ്ങനെ കിടന്നുറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര പാടാണ്. ഈ കടലിലെ സൗണ്ട് കേൾക്കാതെ ഒരു ഉറക്കവും വരത്തില്ലായിരിക്കും ചിലപ്പം. ഒരു യൂസ് ടു ആയി കാണും. എന്തോ ഏതാണ്ടായി കേട്ടോ ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വല, നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഇവിടെ നിന്നും ആൾക്കാർ വലിക്കുന്നുണ്ട്, ലൈക്ക് എൻ്റെ ബാക്കിൽ നിന്ന് വലിക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ആദ്യം ഇവർ ഭയങ്കര ഡിസ്റ്റൻസിലായിരിക്കും, എന്നിട്ട് വല ഇങ്ങനെ വലിച്ച് ഒരു പരിധി എത്തുമ്പോഴേക്ക് ഇവർ അടുത്തടുത്ത് വരും. കാരണം നിങ്ങൾക്ക് അവിടെ കാണാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ ഒരു വല ഇങ്ങനെ ലൈക്ക് ഒരു സർക്കംഫറൻസ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുത് ലൈക്ക് ഇങ്ങനെ അടുത്തോട്ട് വരും തോറും അത് ചെറുതായി വരുമ്പോഴാണ് ഈ കൂട്ടം ഇങ്ങനെ ഭയങ്കര വോളിയത്തിലോട്ട് കയറുന്നത്. അപ്പം രണ്ടറ്റത്താണെങ്കിൽ വലിക്കാൻ പാടായിരിക്കും. സോ രണ്ടുപേരും പതുക്കെ രണ്ട് സൈഡിൽ നിന്ന് വലിക്കുന്ന ആൾക്കാർ. ഞാൻ വന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റൻസിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവർ കുറച്ചുകൂടെ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ലൈക്ക് ഡിസ്റ്റൻസ് തമ്മിലുള്ളത് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകെ അടുത്തടുത്ത് വന്നിട്ട് രണ്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാർ ഭയങ്കര അടുത്ത് വരും. അപ്പം നമുക്ക് ആ ഒരു കവറേജ് കുറച്ച് കൂടുതൽ കിട്ടും. അപ്പം ഇപ്പോൾ ഏതാണ്ടായി, ഇനിയൊരു കുറച്ച് സമയം കൂടെ എടുക്കും. എനിക്ക് തോന്നുന്നൊരു 20 അരമണിക്കൂർ എടുക്കുമായിരിക്കാം. നമുക്ക് നോക്കാം, ഫ്രഷ് മീനുമെല്ലാം കിട്ടുമായിരിക്കുമോ. ലെറ്റ്സ് സീ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവരൊന്നിക്കുകയാണ് ഗൈസ്. ഇവരേതാണ്ട് അടുത്തടുത്ത് വലയും ഏതാണ്ട് ഇവിടെ നമുക്ക് കരയ്ക്ക് അടുപ്പിച്ചാവാറായി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വീട്ടിൽ മീൻ മേടിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തിലും മേടിക്കും, കവറും ഭണ്ടാരമൊന്നുമില്ല. ഇവിടെ കുറേ കവർ കിടപ്പുണ്ട്. ഒരു കവർ ഇവിടെ നിന്ന് എടുക്കാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും എന്ത് സമ്മതിക്കണം കേട്ടോ അവരെ. ഏത് കയറാണ് ഇവർ യൂസ് ചെയ്യണം, എന്ത് കയറാണെന്തോ. കുറേ മറ്റേ നൈലോൺ ചെറിയ നൂല് പോലത്തുള്ള കയറിൻ്റെ ഒരു കൂട്ടമാണ്. സമ്മതിക്കണം കേട്ടോ അവരെ. ഇത്രയും എഫേർട്ട് ഇട്ടേ, എത്ര നേരം കൊണ്ട് ഞാൻ നിൽക്കണമെന്നാ ഈ വീഡിയോ എടുത്താൽ മതിയല്ലോ. ഇവർക്ക് വലിക്കണം, എന്ത് സമയം എടുക്കും. റിയലി നല്ല എഫേർട്ട് എടുക്കുന്ന പരിപാടിയാണ്. വടംവലിക്കുള്ള സെറ്റപ്പ് അതിൻ്റെ 10 ഇരട്ടി വേണമെന്ന് തോന്നുന്നു. നല്ല സ്റ്റാമിന ആണെന്ന് തോന്നുന്നു. കോൺസ്റ്റൻ്റായിട്ട് വലിച്ചുകൊണ്ടിരിക്കാൻ സമ്മതിക്കണം. ഞാൻ നിന്നെ പോലെ മീൻ വാങ്ങിക്കാൻ തന്നെ നിൽക്കണം. മറ്റേ അമൃത് കഴിയണ സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മളെ ഹിന്ദു മിത്തോളജിയിൽ, ആ സെറ്റപ്പ് കൂടെ ഉണ്ട്. ഇവിടെ ഇപ്പം ഇന്ന് ഉണ്ടായിരുന്നത് എന്തോന്നു, കത്തിപ്പാരയും പിന്നെ സാധാരണ പാര, കുഞ്ഞിപ്പാരയാണത്. ഭയങ്കര വലുതൊന്നുമല്ല,
ബട്ട് സ്റ്റിൽ 100 രൂപയ്ക്ക് ഡീസൻ്റ് ഇന്നഫാണെന്ന് തോന്നണം. അമ്മൂമ്മ വിൽ ബി സോ പ്രൗഡ്. അത് മാത്രമേ എനിക്കറിയാം. അമ്മൂമ്മ പൊള്ളി എന്ന് പറയും. കാരണം പച്ച മീനല്ലേ. ഇത് നല്ലൊരു കവറിലാക്കണം. തൽക്കാലം കിട്ടിയൊരു കവറിനകത്താണ് ഇട്ടേക്കണം. പക്ഷെ അത് വലിയ സുഖമില്ലാത്തൊരു കവർ. ഇന്ന് ചാവണോ നാളെ ചാവണോ എന്ന് പറഞ്ഞിരിക്കും. എന്തായാലും ഇന്ന് ഇതേപോലെ വന്നില്ലെങ്കിൽ വേറെ മീൻ കിട്ടും ഉറപ്പും. പിന്നെ പച്ച മീനാണ്. നോക്കട്ടെ, ഞാൻ വീട്ടിൽ മേടിക്കുന്ന മീനും ഇത് തമ്മിൽ എന്ത് വ്യത്യാസമാണെന്ന് നോക്കട്ടെ. രണ്ടും സെയിം ആയിരിക്കാം ടേസ്റ്റ്. ബട്ട് സ്റ്റിൽ ഇതിനെ കണ്ണുകൊണ്ട് കണ്ട് മേടിച്ചത് കൊണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നോക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പം മീനൊക്കെ കൊടുത്ത് പിടക്കണ മീൻ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ അൺഫിൽഡ് കണ്ടൻസിന് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നവരെ ദിസ് ഈസ് മീ ഗൈസ്.